നമുക്കറിയാം, കേരളത്തിൽ നടന്നിട്ടുള്ള സമ്പൂർണ്ണ സാക്ഷരതാ യജ്ഞം, തുടർന്ന് വന്നിട്ടുള്ള പഞ്ചായത്ത് രാജ് നിയമത്തിന്റെ ഭാഗമായിട്ട് തുടർന്നുള്ള അധികാര വികേന്ദ്രീകരണം, അതിൽ കേരളത്തിലാണെങ്കിൽ ഗവൺമെന്റ് തന്നെ കൈകാര്യം ചെയ്തിരുന്ന വിവിധ അധികാരങ്ങൾ വിവിധ ഘട്ടങ്ങളിലായിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധികാരങ്ങളും അതിന്റെ ഭാഗമായിട്ടുള്ള ഫണ്ടും സംസ്ഥാന ഗവൺമെന്റ് തന്നെ ഏൽപ്പിക്കുന്ന അവസ്ഥ തുടർന്ന് അങ്ങോട്ട് മറ്റ് സ്റ്റേറ്റിനെ അപേക്ഷിച്ച് പരിശോധിക്കുമ്പോൾ കൂടുതലായിട്ട് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ കേരളത്തിൽ ആരംഭിച്ചിട്ടുള്ള മഹത്തായിട്ടുള്ള ജനകീയ ആസൂത്രണ പ്രസ്ഥാനം, ആ പ്രവർത്തനത്തിന് ഇപ്പോൾ 4 നൂറ്റാണ്ട് പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അതുപോലെ കേരളത്തിലെ കുടുംബശ്രീ പ്രസ്ഥാനം, ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒട്ടേറെ വികസന ക്ഷേമ പ്രവർത്തനങ്ങളിൽ ജനങ്ങളെ ഇടനിർത്തിക്കൊണ്ട് കേരളത്തിനകത്ത് വമ്പിച്ച വിജയത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കേരളത്തിലെ പ്രവർത്തനങ്ങൾ കേരളത്തിലും അതുപോലെ ഇന്ത്യക്ക് മാത്രമല്ല, ഇന്ത്യക്ക് പുറത്ത് തന്നെ മാതൃകയായിട്ടുള്ള ഒട്ടേറെ പ്രവർത്തനം സൃഷ്ടിച്ചുകൊണ്ടാണ് കേരളം മുന്നോട്ടേക്ക് വരുന്നത്. അങ്ങനെയുള്ള കേരളമാണ് ഗവൺമെന്റിന്റെ കൂടി നയപരമായിട്ടുള്ള തീരുമാനത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട്